അപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു ഐ സെക്ഷൻ വരെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു ടി സെക്ഷൻ നോക്കി ഒരു ടി സെക്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ കാസ്റ്റ് അയൺ ബീം ഇസ് ഓഫ് ടി സെക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു ബീമാണ്, കാസ്റ്റ് അയൺ ബീം, ഒരു ടി സെക്ഷനാണ്. ദി ബീം ഈ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 8 മീറ്റർ. അപ്പോൾ ബീം ഏത് ടൈപ്പാണെന്നാണ് പറയുന്നത്? അപ്പോൾ ബീം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ദ ബീം ക്യാരീസ് എ UDL ഓഫ് 1.5 കിലോമീറ്റർ പെർ ലെങ്ത് ഓവർ ദി എൻറ്റയർ സ്പാൻ. അപ്പോൾ ഇതും ഏത് ടൈപ്പ് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ക്യാരീസ് എ UDL ഓഫ് 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓവർ ദി എൻറ്റയർ സ്പാൻ. സ്പാൻ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ UDL 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്ററുമാണ്. ഓക്കെ, അപ്പം ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ്? ഒരു ടി സെക്ഷനാണ്. ആ ടി സെക്ഷൻ്റെ ഡയമെൻഷൻസ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും, അതായത് സിഗ്മ ടിയും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് സിഗ്മ സിയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താ? ഒരു ടി സെക്ഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കി, ആദ്യം ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതാം. ലെങ്ത് L = 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 8 മീറ്റർ എന്ന് പറയുമ്പം 8 × 10⁻³ ചെയ്താൽ mm ആവും. പിന്നെ UDLൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 1.5 കിലോ ന്യൂട്ടൺ മീറ്റർ. കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁻³ സോ 1.5 × 10⁻³ ഇല്ലേ? സോ 1.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 × 10⁻³ 1.5 × 10⁻³ എന്ന് പറയുമ്പം 10⁻3ക്ക് 3 സീറോസാണ്. 10⁻3ക്ക് 3 സീറോസാണ്. പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഒരു പോയിൻ്റ് കൂടെ മാറിക്കഴിയുമ്പോൾ എത്ര വരും? 1500 ന്യൂട്ടൺ പെർ മീറ്റർ വരും. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? M/I = σ/y ആണല്ലോ. അതിനകത്ത് M എന്ന് പറയുന്ന മൊമെൻ്റ് നമുക്ക് സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രെസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സും കണ്ടുപിടിക്കണം, സിഗ്മ ടിയും കണ്ടുപിടിക്കണം, കംപ്രസീവ് സ്ട്രെസ്സ് സിഗ്മ സിയും കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ എന്തുവാ? M/I, y അപ്പുറത്തോട്ട് പോകുമ്പോൾ × y. സോ M/I × y ആണ്. ടെൻസൈൽ സ്ട്രെസ് ആകുമ്പം സിഗ്മ ടി വരുമ്പോൾ ഇവിടെ YT ആയിരിക്കും. കംപ്രസീവ് സ്ട്രെസ് സിഗ്മ സി വരുമ്പം ഇവിടെ എന്തായിരിക്കും? YCU ആയിരിക്കും ഇക്വേഷൻ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് M കണ്ടുപിടിക്കണം, I കണ്ടുപിടിക്കണം, Y കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ടേംസ് നമുക്ക് അതിന് മുമ്പായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് I കണ്ടുപിടിക്കണം. I എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് നോക്കാമെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന സെക്ഷൻ സിമെട്രിക്കൽ ആണോ എന്ന് നോക്കണം. X ആക്സിസിൽ കൂടെ കട്ട് ചെയ്ത ടോപ്പും ബോട്ടവും സെയിം ആണോ? അല്ല. സോ ഈ സെക്ഷൻ എന്താണ്? സിമെട്രിക്കൽ അല്ല. സിമെട്രിക്കൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? ഐയുടെ ഇക്വേഷൻ I = I1 + I2. തൊട്ട് മുമ്പിലത്തെ I സെക്ഷൻ ചെയ്ത പോലെ തന്നെ ആ പ്രോബ്ലം നോക്കിയിട്ട് ഇത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. I സെക്ഷൻ അൺസിമെട്രിക്കൽ സെക്ഷൻ നോക്കിയിട്ട് വേണം ഈ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം റെഫർ ചെയ്യുക. സോ അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് നമ്മൾ ആദ്യം y ബാർ കണ്ടുപിടിക്കുന്നു. y ബാറിൻ്റെ ഇക്വേഷൻ എന്താ? ഇതിനെ എത്ര സെക്ഷൻസ് ആയിട്ട് തിരിക്കാം? അതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇത് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2. അപ്പം y ബാർ എന്ന് പറയുമ്പോഴത്തേക്കും A1y1 + A2y2 / A1 + A2. ഓക്കെ, A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ. ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ എത്രയാണ്? 100/20. 100/20. സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയയോ? സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ ഇതെത്രയാണ്? ടോട്ടൽ ഹൈറ്റ് 100 ആണ് ആണല്ലോ. ഇതെത്രയാണ്? 20. അപ്പോൾ ബാക്കി ഇവിടെ ഇങ്ങോട്ടുള്ളത് എത്രയായിരിക്കും? 100 - 20 80 വരും ആണല്ലോ. 80/ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ് തന്നേക്കുന്നത്? സെക്കൻഡ് സെക്ഷൻ്റെ വിഡ്ത്ത് 20. സോ അതിൻ്റെ ഏരിയ എത്ര വരും? 80/20 mm². ഇനി Y1. വാട്ട് ഈസ് Y1? Y1 പറഞ്ഞു നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ആക്സിസ് ഫിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ് എങ്കിൽ റെഫറൻസ് ആക്സിസ് മുതൽ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? Y1. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ എങ്കിൽ അതിൻ്റെ സെൻറ്റർ വരെ. അപ്പം എവിടം തൊട്ട് എവിടം വരെ അതുപോലെ കൂട്ടുക. സെക്കൻഡ് സെക്ഷൻ്റെ ഹൈറ്റ് അതുപോലെ കൂട്ടുക. 80 + സെൻറ്റർ വേണ്ട ഏതാണോ അതിൻ്റെ മാത്രം ഡിസ്റ്റൻസിൻ്റെ ഹാഫ് എടുക്കുക. റെഫറൻസ് ലൈൻ മുതൽ ഇവിടം വരെയുള്ളതാണ് നമുക്ക് വേണ്ടത്, ഫസ്റ്റിൻ്റെ സെൻറ്റർ വരെ. സോ സെക്കൻഡ് സെക്ഷൻ്റെ ഫുൾ ഹൈറ്റ് 80 + ഈ ഡിസ്റ്റൻസ് എത്ര വരും? 20/2. 20/2 which is equal to 90 mm എന്ന് വരും. ഏത്? Y1. നെക്സ്റ്റ് വാട്ട് ഈസ് Y2? റെഫറൻസ് ആക്സിസ് മുതൽ സെക്കൻഡ് സെക്ഷൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y2. ഇതാണ് Y2. അപ്പോൾ Y2 എങ്ങനെ കിട്ടും? എത്രയായി ഈ ടോട്ടൽ ഡിസ്റ്റൻസ്? 80. 80യുടെ ഹാഫ്, 80യുടെ സെൻറ്റർ വരെ ഉള്ളതാണ് Y2. സോ 80/2 40.
വാല്യൂസ് എടുത്ത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈ ബാർ കിട്ടും. ഇനി ഫസ്റ്റ് വൺ എന്താണ്? I1 പ്ലസ് I2 ആണ്. സോ I1 കണ്ടുപിടിക്കണം. I1 കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? B1 D1 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A1 H1 സ്ക്വയർ. B1 D1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെക്ഷൻ്റെ വിഡ്ത്താണ് B1 എത്രയാ? 100. ഫസ്റ്റ് സെക്ഷൻ്റെ ഡെപ്താണ് D1 എന്ന് പറഞ്ഞാൽ എത്രയാ? 20. അപ്പം 100 × 20 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A1 നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 100/20 ഇൻറ്റു H1. വാട്ട് ഈസ് H1? H1ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചേ? y ബാർ മൈനസ് y1, അതല്ലെങ്കിൽ y1 മൈനസ് y ബാർ. ഇതിൽ ഏതാണോ ഗ്രേറ്റർ, ഗ്രേറ്ററിൽ നിന്ന് ലീസ്റ്റ് മൈനസ് ചെയ്യുക. അതാണ് എളുപ്പം ഓർത്ത് വെക്കാൻ. സോ y ബാർ എത്രയാണ്? 67.77. y1 എത്രയാ? 90. സോ ഗ്രേറ്റർ ഏതാ? 90 മൈനസ് 67.77 ദി ഹോൾ സ്ക്വയർ. H1-നൊരു സ്ക്വയർ ഉണ്ട്, അത് വിട്ടു പോകരുത്. സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I1 കിട്ടും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് I2 എടുക്കുക. I2 എന്ന് പറഞ്ഞാൽ ഇതുപോലെ എങ്ങനെ വരും? B2 D2 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A2 H2 സ്ക്വയർ ആണല്ലോ. അതിനി എങ്ങനെ കിട്ടും? B2 D2. വാട്ട് ഈസ് B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്ഷൻ. എന്താ, ഞാൻ സെക്കൻഡ് സെക്ഷൻ മാത്രം ഇങ്ങോട്ട് വരയ്ക്കുക. Tയുടെ വെബാണ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ആണല്ലോ. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 20. ഇതിൻ്റെ ഹൈറ്റ് എത്രയാ? 80. സോ ബി എത്രയായിരിക്കും? ബി ഈസ് ഈക്വൽ ടു വിഡ്ത്താണ് 20, ഡെപ്ത് എത്രയാണ്? 80. സോ 20 80 ക്യൂബ് ഡിവൈഡഡ് ബൈ 12 പ്ലസ് A2. വാട്ട് ഈസ് A2? ഏരിയ ഓഫ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? സെക്കൻഡ് സെക്ഷൻ്റെ ഏരിയ 20/20, അല്ലെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻറ്റു H2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? H2 ഇസ് ഈക്വൽ ടു y ബാർ മൈനസ് y2, അല്ലെങ്കിൽ y2 മൈനസ് y ബാർ, ഏതാണോ ഗ്രേറ്റർ. y2 എത്രയാ? 40. y ബാർ എത്രയാ? 67.77. സോ ഗ്രേറ്റർ ഏതാ? y ബാർ. സോ y ബാർ മൈനസ് y2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I2 കിട്ടും. ദെർഫോർ I എങ്ങനെ കിട്ടും? ടോട്ടൽ I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ I കിട്ടും. ഓക്കെ, ഇനി സിംപ്ലി അപ്പോൾ നമുക്ക് I കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? അപ്പം M/I ഈസ് ഈക്വൽ ടു സിഗ്മ/y. അതിൽ നിന്ന് സിഗ്മ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? M/I ഇൻറ്റു y. I ആണ് ഇപ്പോൾ കിട്ടിയത്. ഇനി നെക്സ്റ്റ് എന്ത് വേണം? മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ബീം ഏത് കണ്ടീഷനാണെന്നാണ് പറഞ്ഞത്? സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അസ്യൂം ഇട്ട സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് വിത്ത് UDL. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? WL²/8. W എത്രയാണ്? നമ്മൾ മീറ്റർ കിലോ ന്യൂട്ടനെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1500. ലെങ്ത് L ഇസ് ഈക്വൽ ടു 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ മില്ലിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാത്ത എന്താണെന്ന് അറിയാമോ? മില്ലിമീറ്ററിലോട്ട് ലോഡ് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മീറ്ററിൽ തന്നെ ഇട്ട് ചെയ്തത്. എല്ലാം ഒരേ യൂണിറ്റിലിട്ട് ചെയ്യാൻ നോക്കുക മാക്സിമം, കേട്ടല്ലോ, എന്നാലേ കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. സോ 1500 × 8² ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12,000 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ന്യൂട്ടൺ മീറ്ററിനെ പിന്നെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂട്ടൺ മീറ്ററിനെ പിന്നെ മില്ലിമീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്തു. സോ ബെൻഡിങ് മൊമെൻറ്റും കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോർ ടെൻസൈൽ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം. ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ T ഈസ് ഈക്വൽ ടു M/I ഇൻറ്റു YT. വാട്ട് ഈസ് YT? YT നിങ്ങൾ ഓർക്കണം. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനകത്ത് ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് ഒന്നുകൂടെ നോക്കുക. അതായത് ഇതാണിപ്പോൾ നമ്മുടെ T സെക്ഷൻ എങ്കിൽ, ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എങ്കിൽ, ടോപ്പ് ഓയിലായിരിക്കും. ടോപ്പിൽ എന്തായിരിക്കും? എപ്പോഴും കംപ്രഷൻ. ബോട്ടത്തിൽ എന്തായിരിക്കും? ടെൻഷൻ. ഓക്കെ, സോ ന്യൂട്രൽ ആക്സിസ് മുതൽ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് YT. ന്യൂട്രൽ ആക്സിസ് മുതൽ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് YC. അത് ഓർക്കുക. കാരണം മുകളിലാണ് ബീം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. സോ മേളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണ് വരുന്നത്. അതുകൊണ്ടാണ് ടോപ്പിൽ ടെൻഷൻ, ടോപ്പിൽ കംപ്രഷൻ, താഴെ ടെൻഷനും വരുന്നത്. സോ സിഗ്മ T കണ്ടുപിടിക്കണമെങ്കിൽ YT. വാട്ട് ഈസ് YT? ന്യൂട്രൽ ആക്സിസ് മുതൽ ബേസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് YT. അത് തന്നെയാണ് എന്ത്? Y ബാർ. കാരണം നമ്മൾ റെഫറൻസ് ആക്സിസ് എടുത്തത് ബേസിലാണ്. സോ Y ബാർ ഇസ് ഈക്വൽ ടു YT. YT എന്ന് പറയുന്നത് Y ബാർ തന്നെയാണ്. സോ അവിടെ നമ്മൾ 67.77 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ T കിട്ടും. ഇനി അതേപോലെ സിഗ്മ C കിട്ടണമെങ്കിലോ M/I ഇൻറ്റു YC വേണം. വാട്ട് ഈസ് YC? YC എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസ് മുതൽ ടോപ്പ് വരെയുള്ളതാണ് YC. അതെങ്ങനെ കിട്ടും? ഇതിൻ്റെ ടോട്ടൽ ഡെപ്ത് നമുക്കറിയാം. Tയുടെ ടോട്ടൽ ഡെപ്ത് എത്രയാണ്? 100. അതിലെ YT ഇപ്പോൾ എത്രയാണെന്ന് നമ്മൾ എടുത്തു? 67.77. ബാക്കി എങ്ങനെ കിട്ടും? 100 മൈനസ് 67.77 ചെയ്യുമ്പോൾ 32.23 കിട്ടും. അതെടുത്തിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ C കിട്ടും. അങ്ങനെയാണ് ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും കണ്ടുപിടിക്കുന്നത്.